വിജയ് നല്ല ആക്ടറാണ്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. വിജയ് രാഷ്ട്രീയത്തിൽ കയറിയാലും പാവങ്ങളെ സഹായിക്കും. സിനിമയിൽ കൂടുതൽ നിൽക്കാനാണ് ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ. വിജയ് ഇപ്പോൾ സിനിമ ഫീൽഡ് ഔട്ടാവുന്നത് തന്നെ എല്ലാവർക്കും ഒരു വിഷമകരമായ കാര്യമാണ്. വളരെ വിഷമമുള്ള കാര്യമാണ്. പിന്നെ നാടിന് നന്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ പാർട്ടിയൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. ആഗ്രഹം തുടരണമെന്നാണ്. കാരണം നമ്മുടെ കുട്ടിക്കാലം മൊത്തവും ശരിക്കും ഭയങ്കര ഇന്ത്യ ഉള്ളതുകൊണ്ടാണ്. രാഷ്ട്രീയം അയാൾക്ക് പറ്റിയതല്ലാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സിനിമാ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണല്ലോ. ജനനായകനാണ് ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നു. അദ്ദേഹം മൂവി ഫീൽഡ് അവസാനിപ്പിക്കുന്നതിനോട് എന്താ പറയാനുള്ളത്? അല്ല, ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹം സിനിമ ലൈഫ് നിർത്തണമെന്ന്? അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാ വിജയുടെ? ലിയോ ഇഷ്ടമുണ്ട്. ലിയോ ഇഷ്ടമാണ്. ലിയോയിൽ എന്താ അതൊരു ഫേവറേറ്റ് ആവാനുള്ള റീസൺ എന്തായിരിക്കും? അഭിനയം കൊള്ളാം. വിജയ് എന്ന നടനെ പറ്റി എന്താ അഭിപ്രായം? സൂപ്പറാണ്. അദ്ദേഹത്തിന്റെ ജനനായകൻ റിലീസിന് ഒരുങ്ങാണ്, കാണാൻ പോകുന്നുണ്ടോ? അദ്ദേഹം തന്നെ മൂവി ഫീൽഡ് വരുന്നെന്ന് പറയുന്നുണ്ട്. എന്താ അദ്ദേഹം സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നതിനോട് പറയാനുള്ളത്? നല്ല അഭിപ്രായം. അദ്ദേഹം പോട്ടെ എന്നാണോ? അപ്പോൾ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് മൂവി ഏതാ? എനിക്കിഷ്ടപ്പെട്ടത് വന്നിട്ട് ബിഗിലാണ്. എന്താ അതൊരു പേഴ്സണൽ ഫേവറേറ്റ് ആവാനൊരു റീസൺ എന്തായിരിക്കും? അതിൽ 3 റോള് ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്താ? വിജയ് നല്ല ആക്ടറാണ്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. വിജയരെന്ന് വെച്ചാൽ വിജയ് രാഷ്ട്രീയത്തിൽ കയറി കഴിഞ്ഞാൽ അതിൽ MLA ഒരു മന്ത്രി സ്ഥാനം കിട്ടുമെന്ന് വിചാരിക്കും. ആ തലപതി വിജയ് എന്ന് വെച്ചാൽ തമിഴ്നാട് കേരളമാണ് മെയിൻ. കേരളം തമിഴ്നാടാണ് ഇവിടുത്തെ മെയിൻ. വിജയ് രാഷ്ട്രീയത്തിൽ കയറിയാലും പാവങ്ങളെ സഹായിക്കും. ഒരു നടന്മാരും ഇതുവരത്തെ നടക്കാൻ ഇല്ലാത്ത തലപതി വിജയ് എന്ന് വെച്ചാൽ നടക്കാൻ സംഭവം. ആ വിജയ് പെൻഷനുള്ള എൻ്റെ കൊച്ചു 10 സിനിമ നിർത്തുന്ന 2010 സാർ പറഞ്ഞു. 2010 അയാൾ വിജയ് എല്ലാവരും കാണാമെന്ന് പറഞ്ഞു. എല്ലാവരും അയാൾ കറക്റ്റാണ്. 2010 അയാൾ പറഞ്ഞത്. അപ്പോൾ അയാൾ 5 പടമുണ്ട്. അയാൾ ഇത് ആയതുകൊണ്ട് പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് പടം നിർത്തിയത്. പോലീസുകാരെല്ലാം പടം എടുക്കാൻ തയ്യാറായില്ല. വിജയ് തിരിച്ചു വരികയായിരുന്നു. എന്തായാലും അഭിനയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ടോ അദ്ദേഹം സിനിമാ ഫീൽഡ് അവസാനിപ്പിക്കണമെന്ന്? ആഗ്രഹിക്കുന്നില്ല. ഇല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് പോകുന്നതിനെ പറ്റി എന്താ തോന്നുന്നേ? സിനിമയിൽ കൂടുതൽ നിൽക്കാനാണ് ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ, നമുക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി ഏതായിരിക്കും? ഇഷ്ടപ്പെട്ട മൂവി മെർസൽ. എന്താ അത് ഇഷ്ടമാവാനുള്ള റീസൺ എന്താ? അതിൽ ആ വിജയുടെ ക്യാരക്ടർ നല്ലതാണ്. വിജയ് എന്ന നടനെ പറ്റി എന്താ അഭിപ്രായം? എനിക്കിപ്പോൾ അഭിപ്രായമൊന്നുമില്ല. എന്താ അദ്ദേഹം മൂവി അവസാനിപ്പിക്കുന്നതിനോട് എന്താ നമുക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്ന് ഫാനാണോ? വിജയ് ഫാനാണോ? അദ്ദേഹം സിനിമയിൽ നിന്ന് പോകുന്നതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. ഇനി സിനിമയിൽ അഭിനയിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതായിരിക്കും? മെർസൽ തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും മെർസലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ജനനായകൻ റിലീസിന് ഒരുങ്ങുന്നുണ്ട്, രണ്ടുപേരും കാണാൻ പോകുന്നുണ്ടോ? അത് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു സങ്കടമാണ്. ആരും ഇത് നോക്കാത്തൊരു കാര്യമാണ്. വിജയ് ഇപ്പോൾ സിനിമ ഫീൽഡ് ഔട്ടാവുന്നത് തന്നെ എല്ലാവർക്കും ഒരു വിഷമകരമായ കാര്യമാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? രാഷ്ട്രീയത്തിൽ പോകുന്നത് നല്ല ജനങ്ങൾക്ക് നല്ലത് ചെയ്യും. എന്നാലും നമുക്കൊരു സിനിമ ഫീൽഡ്, മൂവി ഫീൽഡ് നമ്മൾ നഷ്ടപ്പെടുന്ന ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാവരും. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? വിജയിൻ്റെ എല്ലാ സിനിമയും ഇഷ്ടമാണ്. പറയുമ്പോൾ പണ്ടോടെ തുള്ളാതമനം തുള്ളും അതോട്ടുള്ള എല്ലാ സിനിമയും, ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമയും ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഒരു ഫേവറേറ്റ് നടനാവാനുള്ള റീസൺ എന്തായിരിക്കും? മേ ബി അങ്ങനെ ക്യാരക്ടർ, ആക്ടിങ്, അതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ബിഹേവിയർ അതൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും മിസ് ചെയ്യുമല്ലേ? ഒരുപാട് മിസ് ചെയ്യും, ഒരുപാട്. ജനനായകൻ കാണാൻ പോകുന്നുണ്ടോ? ആ പോകണം. പിന്നെ നമ്മുടെ വിജയ് ഫാനല്ലേ, എന്തായാലും പോയേ പറ്റൂ. വളരെ വിഷമമുള്ള കാര്യമാണ്. പിന്നെ നാടിന് നന്മയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ പാർട്ടിയൊക്കെ രൂപീകരിച്ചിരിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ നിശ്ചയങ്ങൾ നടക്കട്ടെ. എന്നാലും വർഷത്തിലൊരു സിനിമ തീർച്ചയായിട്ടും അഭിനയിക്കായിരുന്നു. ഭയങ്കര നഷ്ടമാണ്. ദളപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ദളപതി, ഇതേ കാവൽക്കാരനാണ്, പറഞ്ഞൊരു കാര്യമില്ല. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതായിരിക്കും? ഇഷ്ടംപോലെ സിനിമയുണ്ട്. തുള്ളാതവനവും തുള്ളുകൊണ്ട്, പോക്കിരിയുണ്ട്, വേലായുധമുണ്ട്, എല്ലാം നല്ല പടമല്ലേ. അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും മിസ് ചെയ്യും അദ്ദേഹത്തെ? തീർച്ചയായിട്ടും 100%.
ജനനായകൻ കാണാൻ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും പോവും. ഓ, ഫാൻ ഷോയ്ക്ക് തന്നെ പോവും. പൊൻഷങ്കിനോ? ശരി. അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല, ഓരോരുത്തർ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ എൻ്റെ ആഗ്രഹം തുടരണമെന്നാണ്. കാരണം നമ്മുടെ കുട്ടിക്കാലം മൊത്തവും ചിരിച്ചു ഭയങ്കര ഇതേ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതുമല്ല, പെട്ടെന്ന് നിർത്തുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഷോക്കിംഗ് ആയിരിക്കും. പിന്നെ ഓരോരുത്തരും ഇഷ്ടമായിരിക്കും. ഇപ്പോൾ പാർട്ടിയിലൊക്കെ ഇറങ്ങാൻ പോകണമെന്ന് പറയല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ട് അദ്ദേഹത്തിന് കുറെ സീറ്റുകൾ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? കിട്ടും. അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളത് വിജയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് അതുകൊണ്ട് കിട്ടുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഗില്ലിയാണ്. എന്താ അദ്ദേഹം ഒരു ഫേവറേറ്റ് നടനായിരിക്കുമല്ലോ പറയുന്നത് കേട്ടിട്ട്, എനിക്ക് എന്താ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ? കാരണം എല്ലാ നടൻ പോരല്ല, എല്ലാവരും ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ട്. നമ്മളിപ്പോൾ സിനിമയിൽ കണ്ടാലും അതുമല്ല, നമ്മളിപ്പോൾ ഈ സൈറ്റിലൊക്കെ സിനിമ എടുക്കുക സൈറ്റ് വീഡിയോസ് കണ്ടാലും എല്ലാവരും ഒരേപോലെ കാണാനുള്ള മനസ്സാണ് വിജയ്ക്കുള്ളത്. ഗില്ലി എന്തുകൊണ്ടാ ഒരു ഫേവറേറ്റ് ഗില്ലി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. എല്ലാവരെയും സഹായിക്കണം എന്നുള്ള ഒരു പ്രത്യേക ക്യാരക്ടർ, അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം. ആ സിനിമ കൊണ്ടുകൊണ്ടാണ് ആ സിനിമയിൽ നിന്നാണ് വിജയ് കയറി വന്നത്. ജനനായകന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ? ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് ആയിട്ടാണ് കാണാൻ പോണത്. പ്രത്യേകിച്ചൊന്നും പറയില്ല, അയാളുടെ ഇഷ്ടം. എന്നാലും ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു പുള്ളിയാണല്ലോ. അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു ഓളം ഒന്നും എനിക്ക് തോന്നുന്നില്ല തമിഴ്നാട്ടിൽ വേറൊരു ആക്ടർ ഉണ്ടാക്കുന്നു. അപ്പൊ എല്ലാവരും മിസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹത്തെ? അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? രാഷ്ട്രീയം അയാൾക്ക് പറ്റിയതല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പറ്റിയതല്ല എന്ന് തോന്നുന്നു. ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഏതായിരിക്കും അദ്ദേഹത്തിന്റെ? തെരി, അതൊരുപാട് ഇഷ്ടമാണ്. വിജയ് എന്ന നടനെ പറ്റിയിട്ട് എന്താ ഒപ്പീനിയൻ? പ്രത്യേകിച്ച് ഒപ്പീനിയൻ ഒന്നുമില്ല, കൊച്ചിലെ സിനിമയിൽ കാണുമായിരുന്നു ഒരു. തനിക്ക് എന്താ പറയാനുള്ള വിജയ് മൂവി ഫീൽഡ് അവസാനിപ്പിക്കുന്നതിനോട്? പ്രത്യേകിച്ചൊന്നും, ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണല്ലോ. അയാളുടെ ഒപ്പീനിയൻ അതാണ് ചൂസ് ചെയ്യുന്നത്. ഫേവറേറ്റ് മൂവി ഏതായിരിക്കും അദ്ദേഹത്തിന്റെ? കുരുവി ഇഷ്ടമാണ്. നടനെ പറ്റി എന്താ അഭിപ്രായം? നല്ലൊരു ആക്ടറാണ്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതേപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാഷ്ട്രീയത്തിലൊക്കെ വിജയിക്കും. വിജയുടെ സിനിമകളൊക്കെ കാണാറില്ലേ? അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മൂവി എന്നാണ് പറയുന്നത് ഇറങ്ങാൻ പോകുന്നത്. അദ്ദേഹം മൂവി ഫീൽഡ് വിടുന്നതിനോട് എന്താ ചേച്ചി പറയാനുള്ളത്? അത്രയും നല്ലൊരു നടൻ മൂവി ഫീൽഡ് വിടുന്നതിനോട് ചെറിയൊരു ഇതുണ്ട്, വിഷമമുണ്ട്. എന്തായാലും മിസ് ചെയ്യുമോ അപ്പൊ അദ്ദേഹത്തെ? ചേച്ചിക്ക് എന്താ ചേച്ചി വിജയിനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്തായാലും? ഇഷ്ടമായുള്ള തുള്ളാതെ മനവും തുള്ളും സിനിമ സൂപ്പറാണ്. അതോട്ടപ്പൊ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. അപ്പം പണ്ട് മുതലേ ഉള്ള ഒരു ആരാധികയാണ് ചേച്ചി എന്ന് പറയുന്നത്. അതാണ് ഫേവറേറ്റ് മൂവി. ജനനായകൻ റിലീസിന് ഒരുങ്ങുന്നുണ്ട്, കാണാൻ പോകുന്നുണ്ടോ? മക്കളെ കൊണ്ട് പോകണം, ായിട്ട് പോവാണല്ലോ. അങ്ങനെയാണെങ്കിൽ വലിയ നഷ്ടമാണ്. വിജയ് പോണത് വലിയ നഷ്ടമാണ്. ഞാൻ ഫാൻസിലൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ട് നിന്ന് ഇപ്പം ഇല്ല. എന്താ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലോട്ട് പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഇപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യണതിനേക്കാളും അയാൾ ചെയ്യും, നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതായിരിക്കും അദ്ദേഹത്തിന്റെ? എല്ലാവർക്കും അപ്പോൾ അത് തന്നെയാണ്. എന്താ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്തായിരിക്കും? ആള് പാവമാണ്, വേറെ കവടമൊന്നുമില്ല, നോർമൽ മനുഷ്യനെ പോലെ അഭിനയിക്കുന്നു, അത്ര തന്നെയാണ്. ജനനായകൻ കാണാൻ പോകുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും